ഹലോ കുട്ടീസ്, ഗുഡ് മോർണിംഗ് എവരിബഡി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. പെട്ടെന്ന് ഒരു മൂഡ് തോന്നി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഷൂട്ട് ചെയ്താട്ടോ. ചായ ഇടുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കാരണം അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്നിയുമാണ് കേട്ടോ. ആദ്യം തന്നെ ഇഡ്ഡലി തട്ടിൽ എണ്ണ പരട്ടിയിട്ട് ഞാൻ മാവ് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ തട്ടിലും മാവ് ഒഴിച്ച് വെച്ചു. എന്നിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ മിക്കവാറും ദിവസം ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി വേവിച്ച് വെച്ചിട്ട് അടുപ്പത്തു നിന്ന് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാൻ അരിയണത് കേട്ടോ. ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം ചട്നിയിൽ ചേർക്കും. അപ്പോൾ നമുക്ക് ചട്നി കുറച്ച് കൂടുതൽ കിട്ടും ചെയ്യും. അരച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ചെറിയ ഉള്ളി ചേർക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് മിക്കവാറും ദിവസങ്ങളിൽ ചട്നി അരയ്ക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കും. നിങ്ങളും ചേർത്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയൂ കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് ഒരു 4-5 എണ്ണം എടുത്ത് അരിഞ്ഞ് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണക്കമുളകില്ലേ, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലമുളക് എന്ന് പറയും, ചിലർ ഉണക്കമുളക് എന്ന് പറയും, ചിലർ മുഴുവൻ മുളക് എന്ന് പറയും, ചിലർ കപ്പലമുളക് എന്ന് പറയും. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് കൊല്ലമുളക് എന്നാണ്. അപ്പോൾ കൊല്ലമുളക് 4-5 എണ്ണം പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ പൊട്ടിച്ച് വെക്കാറില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം പൊട്ടിച്ചെടുക്കുകയാണ് പതിവ്. എടുത്ത് വെക്കാറില്ല. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച്. എന്നിട്ട് അത് മിക്സിയിൽ അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ മിക്സിയിൽ എടുക്കുകയാണ്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. പാത്രത്തിലേക്ക് ജാറിൽ നിന്ന് കാലിയാക്കി എടുത്തു. ചട്നിയൊക്കെ അരച്ചത് നന്നായി അരച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജാറ് കഴുകിയ വെള്ളം കൂടി എടുത്തു വെച്ചു കേട്ടോ. എടുത്ത് അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ ഇനി ചട്നിക്ക് നമുക്ക് ചെയ്യാനുള്ളത് കടുക് പൊട്ടിക്കണം. അപ്പോൾ കടുക് വറുക്കുന്ന പാത്രം എടുത്തിട്ട് ഞാൻ മുളകും കടുകും ഒക്കെ പൊട്ടിച്ച്, കറിവേപ്പില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. അത് അതിലേക്ക് കടുക് വറുത്ത് ഒഴിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ഇഡ്ഡലി എടുത്തത് ആറി വന്നപ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എണ്ണ പരട്ടി കൊടുത്ത കാരണം ഇഡ്ഡലി വേഗം തട്ടിൽ നിന്ന് വിട്ട് കിട്ടും. ചിലർ ഇതിൽ തുണി ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. ഇഡ്ഡലി തട്ടിൽ തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കും. ഞാനിങ്ങനെ എണ്ണ പരട്ടിയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ചായ വെക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് എണീറ്റ് വന്ന ഉടനെ ചായ വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് വിചാരിച്ചതാണ് ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു മൂഡ് തോന്നിയിട്ട് എടുത്തതാണ്. ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. അത് കാരണം എഴുന്നേറ്റ് വന്നതൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ 2 തട്ടിലെയും ഇഡ്ഡലി ഞാൻ പാത്രത്തിൽ കാസറോളിലാക്കി. എന്നിട്ട് ഞാൻ കഴിക്കാനിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഏട്ടൻ കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഏട്ടനെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 ഇഡ്ഡലി എടുത്തിട്ട് ചട്നി ഒഴിച്ചിട്ട് കഴിക്കുകയാണ്. ഏട്ടനോട് വർത്താനം പറഞ്ഞിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയത് കാരണം ലീവാണ്. അപ്പോൾ വീട്ടിലുണ്ട്, ഏട്ടൻ വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കിച്ചണിൽ ഉണ്ടായിരുന്നു ഇത്ര നേരം. ഞാൻ കഴിക്കുകയാണ്. ഉച്ചക്കലത്തേക്ക് കിട്ടിയത് അയിലയാണ് കേട്ടോ. ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ മീനായിരിക്കും ഞങ്ങൾക്ക്. മക്കൾക്കും മീൻ വേണം, നിർബന്ധമാണ്. ഊണിന് മീനുണ്ടാവണം. പിന്നെ അത് കഴിഞ്ഞ് അതിൽ ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത്തിരി വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്ത് മസാല തയ്യാറാക്കുകയാണ് മീനിൽ പുരട്ടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എല്ലാവർക്കും മീനാണ്. മീനില്ലാതെ ഒരു ദിവസം കഴിയാൻ പറ്റില്ല. മിക്കവാറും ദിവസങ്ങളിൽ മീനായിരിക്കും. ചിലപ്പോഴേ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാറുള്ളൂ. എന്നാലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. മീൻ കറി വെച്ചാലും ഉപ്പേരിയൊക്കെ കൂടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ മീനിൽ മുളക് പരട്ടുന്നതാണ് കാണുന്നത്. വലിയ അയിലയാണ് കിട്ടിയത്. അപ്പം 3 എണ്ണം, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 3 അയില എടുത്തിട്ടുള്ളൂ. 3 അയിലയിൽ മസാല പുരട്ടിയിട്ട് വെക്കുകയാണ്. കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കുരുമുളക് ചതച്ചിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പാക്കറ്റിൽ വാങ്ങിക്കുന്ന കുരുമുളക് പൊടിയല്ല ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് ചതച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മുളക് പുരട്ടി വെച്ചു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നന്നായി പിടിക്കുമെന്ന് കരുതിയിട്ട്, അങ്ങനെയാണല്ലോ പറയുക, ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മീനിലെ മസാല നന്നായി പിടിക്കും, ഉപ്പും മുളകൊക്കെ ഇറങ്ങും എന്നല്ലേ പറയുക. അപ്പോൾ ചിക്കൻ ആണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ മീൻ മുളക് പൊടി പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി അടുപ്പത്തിടാൻ വേണ്ടി അരി കഴുകി വെച്ചു. ഒരു പാത്രത്തിൽ ബോണിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. ചോറ് കലത്തിൽ വയ്ക്കാറില്ല. അപ്പോൾ അരിക്ക് വെള്ളം വെച്ചിട്ട് ചൂടായപ്പോൾ അരി കഴുകി അടുപ്പത്തിട്ടു. പിന്നെ അരി വെന്ത് വാർത്തതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് വാർത്ത് വെച്ചു. ചോറായിട്ട് അത് വാർത്ത് വെച്ചു വേറെ. ഇനി ഞാൻ കൂട്ടാനിലേക്കുള്ള പരിപാടികളാണ് കേട്ടോ നോക്കുന്നത്, മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയില കുറച്ചെടുത്ത് കറി വയ്ക്കാം, കുറച്ചെടുത്തിട്ട് വറുക്കുകയും ചെയ്യാം. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. 3 എണ്ണം എടുത്ത് വറുത്തു. ബാക്കി മീൻ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ മീൻ കറി അയില മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. മാങ്ങ ഇട്ട് വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അയിലയും മാങ്ങയും നല്ല കോമ്പിനേഷനാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ എടുത്തിട്ട് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ അതിലേക്ക് അരിഞ്ഞ് ചേർക്കുകയാണ്. മാങ്ങ അരിഞ്ഞ് ചേർക്കുന്നതോടൊപ്പം ഉപ്പ് ചേർക്കണം. ഉപ്പ് ഒരുമിച്ച് ചേർക്കണം. അങ്ങനെ മാങ്ങയും ഉപ്പും കൂടിയിട്ട് വേവിക്കാൻ വെച്ചു. ഇനി ഉപ്പെടുക്കാൻ പോയതാണ്. ഉപ്പെടുത്തിട്ട് അതിലിട്ടു. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ആ മാങ്ങയിൽ പിടിക്കുന്ന ഉപ്പ് ഇട്ടാൽ മതി. അങ്ങനെ മാങ്ങയിൽ ഉപ്പിട്ട് വേവിക്കാൻ വെച്ച ശേഷം ഞാൻ മിക്സിയിൽ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ ജാറിലിട്ടിട്ട് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പകുതി മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ചേർക്കണം. ചെറിയ ഉള്ളി 4-5 എണ്ണം ചേർക്കണം. അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലി, ഒരു 8-10 മല്ലി, അത്രേ വേണ്ടുള്ളൂ. പേരിന് ചേർത്താൽ മതി മല്ലി അധികമായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മല്ലി, പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇവിടെ കാശ്മീരി മുളക് പൊടി ആണ് യൂസ് ചെയ്യാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകൂട്ടിന് എരിവ് അധികമാണ്. മറ്റേ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അധികം എരിവ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി കളറും ഉണ്ടാവുമല്ലോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടി, ഉപ്പ് നേരത്തെ ചേർത്ത കാരണം കുറച്ച് ചേർത്താൽ മതി നോക്കിയിട്ട്. ഉപ്പൊക്കെ ചേർക്കണമെന്നില്ല. അപ്പോൾ ഈ അരപ്പിൽ ഉള്ളി, പിന്നെ ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലി 5-6 എണ്ണം മല്ലി, അതും കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്തു. മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊങ്ങി കിടക്കും കൂട്ടാനിൽ. അപ്പോൾ അത് അരപ്പ് ചേർത്ത് കൊടുത്തു. മിക്സി ജാറ് കഴുകിയ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുകയാണ് ഞാൻ. അങ്ങനെ നന്നായി ഇളക്കിയിട്ട് അവിടെ വെച്ചു. അതിനുശേഷം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ജാറ് കഴുകി വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അതിലേക്ക് കറിവേപ്പില ഞാൻ നന്നായി ചേർക്കും. കറിവേപ്പില നന്നായി ചേർക്കണം. മീൻ കറിക്ക് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാലാണ് ടേസ്റ്റ് അധികം ഉണ്ടാവുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അരിയാണ്. ഇഞ്ചി തൊലി കളഞ്ഞിട്ട് അരിഞ്ഞു കൊടുക്കും. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞു കൊടുത്തു. അത് കൂടാതെ 5-6 പച്ചമുളക് നടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുത്തു.
അതിനുശേഷം എല്ലാം ഒന്ന് കൂടിയിട്ട് ഇളക്കി. അപ്പോൾ അതിന് തിളയ്ക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടാൻ തിള വന്നപ്പോൾ ഞാൻ അയില കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അപ്പുറത്തെ സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. മീൻ വറക്കാനുള്ളതാണത്. ഒരു ഭാഗത്ത് അതും ആയിക്കോളും. എണ്ണ ചൂടാക്കിയപ്പോൾ അയില ഇത്തിരി ഫ്രീസായി പോയിട്ടോ, ഇത്തിരി കട്ടി ഇതായിപ്പോയി. എന്നാലും സാരമില്ല, അത് അടുപ്പത്തിടുമ്പോൾ ശരിയായിക്കോളും. അങ്ങനെ 3 അയില എടുത്ത് എണ്ണയിലിട്ട് കൊടുത്തു. എന്നിട്ട് ആ പാത്രം അവിടെ കൊണ്ട് വെച്ചു. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു. ശരിയായി വീണിട്ടുണ്ടായിരുന്നില്ല അത്. അതുകൊണ്ട് ശരിക്ക് ആക്കി ഒന്ന് സെറ്റാക്കി. അപ്പോൾ രണ്ടും ഒപ്പം ആവുന്നുണ്ട്. മീൻ കറി തിളയ്ക്കുന്നുണ്ട്, മീൻ വറുത്തതും ആവുന്നുണ്ട് കേട്ടോ. അതിന് മീൻ കറി തിളച്ചു. അപ്പോൾ ഞാനത് എടുത്തിട്ട് വാങ്ങി വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് അടുത്ത ചീനച്ചട്ടിയിൽ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. ബീട്രൂട്ട് ഏട്ടൻ കടയിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലൊന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അരിയേണ്ട ഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ ഇരിക്കും. അരിയേണ്ട ആവശ്യമില്ല, ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എളുപ്പമാണത്. അങ്ങനെ മിക്സിയിൽ ജാറിലാക്കിയിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ അത് ഗ്രേറ്റ് ചെയ്ത പോലെ നന്നായി കിട്ടും. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ പോവുകയാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേസമയം അവിടെ മീൻകറിയല്ല, അതേസമയം അവിടെ മീൻ വറുത്തത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് തിരിച്ചിടാൻ പോയിട്ടോ, അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അത് തിരിച്ചിട്ട് കൊടുത്തു. ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ടിലേക്കുള്ള ഉപ്പേരിക്കുള്ള എണ്ണയിൽ കടുക് വറുത്തിട്ടിട്ട് കടുക് പൊട്ടി. അതിന് ശേഷം ഉള്ളിയും പച്ചമുളക് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത ശേഷം ജാറിൽ നിന്ന് ആ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് പോലെ എടുത്തത് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് കൊട്ടി കൊടുക്കുകയാണ്. ഇനി അത് ചീനച്ചട്ടിയിൽ ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് വേവിക്കണം. അത് മുഴുവൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബീട്രൂട്ട് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. ബീട്രൂട്ട് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. ദിവസവും ബീട്രൂട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. അങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞു. മീൻ വറുത്ത് പാകമായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് കോരുകയാണ്. അങ്ങനെ ഞാൻ അതെല്ലാം പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. കണ്ടോ, നല്ല അയില വറുത്തത് റെഡിയായി. അപ്പോൾ നന്നായി കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള അയിലയാണിത്. അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ബീട്രൂട്ട് നോക്കിയപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സിമ്മിലാക്കിയിട്ട്. അതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ഇട്ട് ഇളക്കി നല്ല പാകത്തിനായിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടും റെഡിയായി. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാൻ എടുത്തതാണ്. അപ്പോൾ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ബീട്രൂട്ട് ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് ചോറ് പാത്രത്തിലേക്ക് വിളമ്പാം. ഉച്ചയൂണ് റെഡിയായി. അപ്പോൾ സിമ്പിൾ ഉച്ചയൂണാണ്, അത് റെഡിയായിട്ടുണ്ട്. നല്ല ചൂട് ചോറ് വിളമ്പി, നല്ല ചൂട് ചോറ്. പിന്നെന്താണ്, ബീട്രൂട്ട് ഉപ്പേരി, മീൻ വറുത്തത് വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ നല്ല മീൻ വറുത്തത് വെച്ച് കൊടുത്തു.
ബീട്രൂട്ട് ഉപ്പേരി വിളമ്പി. ഇനി നാരങ്ങ അച്ചാറുണ്ട്. നാരങ്ങ ഞാൻ ഉണ്ടാക്കിയതാണ് അച്ചാർ. എണ്ണക്കറിയായിട്ടാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാനിതിൽ കാണിക്കാൻ മറന്നു. അപ്പോൾ അയിലക്കറി കൂട്ടിയിട്ട്, നല്ല അയിലക്കറിയും കൂട്ടിയിട്ട് നമ്മൾ ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും ചേർത്ത് ഊണ് കഴിഞ്ഞു. അപ്പോൾ സബ്സ്ക്രൈബ്